സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിന്റെ ഒലിവുമല പ്രഭാഷണങ്ങളിലെ അവസാന ഭാഗമായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 46 വരെയുള്ള വേദഭാഗമാണ് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരം. ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ അന്ത്യന്യായവിധിയെ അഭിമുഖീകരിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് യേശു ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യ ഭാഗത്ത് താലന്തിന്റെ ഉപമയിൽ തന്റെ സമ്പത്ത് ദാസന്മാരെ ഏൽപ്പിച്ച ശേഷം പരദേശത്തേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിലും ഇതിന് സമാനമായ മറ്റൊരു സംഭവം കാണാം. ഇവിടെ ഈ യജമാനൻ 5, 2, 1 താലന്ത് വീതം യഥാക്രമം 3 ദാസന്മാർക്ക് നൽകുകയാണ്. പുരാതന ഇസ്രായേലിൽ നാണയങ്ങൾ റാത്തൽ, ശേഖൽ, താലന്ത് തുടങ്ങിയ അളവുകളിലാണ് തൂക്കി നൽകിയിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ എബ്രായ അളവായിരുന്നു അത്രേ താലന്ത്. ഒരു താലന്ത് ഏകദേശം 6000 ദനാറ അഥവാ വെള്ളി നാണയത്തിന് തുല്യമാണെന്നും ഒരു ദനാറ ഒരാളുടെ ഒരു ദിവസത്തെ കൂലിയാണെന്നും പറയുമ്പോൾ തന്നെ ഇവിടെ നൽകപ്പെട്ട താലന്തുകൾ വലിയൊരു സമ്പാദ്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ 2 പേർ തങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ വിവേകപൂർവ്വം വിനിമയം ചെയ്ത് ഇരട്ടിയാക്കി. ഒരുവൻ മാത്രം തനിക്ക് ലഭിച്ച സമ്പാദ്യം മണ്ണിനടിയിൽ കുഴിച്ചിട്ടു. അവന്റെ പ്രശ്നം എന്തെന്ന് അവിടെ പറയുന്നില്ല. തനിക്ക് കുറവ് കിട്ടിയതാണോ, മറ്റുള്ളവർക്ക് കൂടുതൽ കിട്ടിയതാണോ, അതോ യജമാനൻ പക്ഷാഭേദം കാണിച്ചു എന്ന ചിന്തയാണോ? ഒരിക്കലും യജമാനനെ കുറ്റം പറയാനാവില്ല. കാരണം തന്റെ ദാസന്മാരെ അവരുടെ കഴിവുകളോടും പരിമിതികളോടും കൂടി മനസ്സിലാക്കിയവനായിരുന്നു ആ മനുഷ്യൻ. അതിനാലാണ് ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ നൽകി എന്ന് പറഞ്ഞിരിക്കുന്നത്. വ്യാപാരം ചെയ്യാനോ സമ്പത്ത് വർദ്ധിപ്പിക്കാനോ ഒന്നും യജമാനൻ പറഞ്ഞില്ലെങ്കിലും ആ മനുഷ്യന്റെ മനസ്സറിഞ്ഞതുപോലെയാണ് ആദ്യത്തെ 2 പേരുടെയും പെരുമാറ്റം. ഒരുവൻ മാത്രം യജമാനനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട് അലസനായിപ്പോയി. യജമാനൻ മടങ്ങി വന്ന് കണക്ക് തീർക്കുമ്പോൾ 2 പേർ തങ്ങൾ നേടിയത് അഭിമാനപൂർവ്വം നൽകുന്നതിലൂടെ അല്പത്തിൽ വിശ്വസ്തരായിരുന്ന അവരെ അധികത്തിന് വിചാരകരാക്കുകയും യജമാനന്റെ സന്തോഷത്തിൽ പങ്കുകാരാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ താലന്ത് കുഴിച്ചിട്ടവൻ അവിശ്വസ്തനായി യജമാനന്റെ ക്രോധത്തിനിരയായി തള്ളപ്പെട്ടവനായി തീർന്നു. ആ നാണയം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കാമായിരുന്നെങ്കിലും ആരെയും അവന് വിശ്വാസമില്ലായിരുന്നു. ഒരുപക്ഷെ തിരികെ കിട്ടിയില്ലെങ്കിലോ എന്നവൻ ചിന്തിച്ചിരിക്കാം. തന്റെ അലസത മറയ്ക്കാൻ അവൻ സ്വയം ന്യായീകരിക്കുകയും യജമാനന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ് അവനെ വിളിക്കുന്നത്. തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തുവാനുള്ള അവസരമാണ് അവൻ നഷ്ടമാക്കിയത്. 1 പത്രോസ് 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഗൃഹവിചാരകന്മാർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ പൗലോസ് അപ്പോസ്തലന്റെയും അഭിപ്രായം. നമ്മുടെയും പ്രാപ്തി അറിഞ്ഞ് പലവിധ താലന്തുകളും വിഭവങ്ങളും ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ യജമാനൻ കണക്ക് ചോദിക്കുന്ന ദിവസത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മിലെ വിശ്വസ്തത പ്രതീക്ഷിക്കുന്ന കർത്താവിൽ നിന്നും നല്ല ദാസരെ എന്ന വിളി കേൾക്കാനായി നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും ഒന്ന് പുനഃക്രമീകരിക്കാം. 2-ാം ഭാഗത്ത് ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള വിവരണമാണ്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. മനുഷ്യപുത്രന്റെ 2-ാം വരവിനോട് ചേർത്താണ് യേശു ഈ സംഭവം വിവരിക്കുന്നത്. വാനമേഘങ്ങളിൽ സർവ്വമഹത്വത്തോടും കൂടെ മനുഷ്യപുത്രൻ എഴുന്നള്ളുമ്പോൾ മനുഷ്യരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കുമെന്ന് പറയുന്നു. ഇസ്രായേലിയരുടെ ജീവിത പശ്ചാത്തലത്തിൽ ഇടയന്മാർ ചെമ്മരിയാടുകളെയും കോലാടുകളെയും പകൽ സമയങ്ങളിൽ ഒരുപോലെ മേയാൻ വിടുമെങ്കിലും രാത്രികാലങ്ങളിൽ ഇവയെ വേർതിരിച്ചായിരുന്നു ആലയിൽ സൂക്ഷിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. അതിനാൽ തന്നെ യേശുവിന്റെ വാക്കുകൾ ശിഷ്യന്മാർക്ക് വേഗത്തിൽ ഗ്രഹിക്കുവാനാകും. വലത്തും ഇടത്തും നിർത്തുമെന്ന് പറയുമ്പോൾ വലത്തിന് ഒരു നന്മയുടെ പരിവേഷവും ഇടത്തിന് ഒരു മോശം പരിവേഷവും അന്ന് മാത്രമല്ല എല്ലാ കാലത്തും മനുഷ്യൻ നൽകാറുണ്ട്.
ഇവിടെ വലതുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഈ വിധി പ്രസ്താവത്തിൽ ആ മനുഷ്യർ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന് കേൾക്കുമ്പോൾ തങ്ങൾ രാജാവിനെ സന്തോഷിപ്പിക്കാനല്ല അത് ചെയ്തത് എന്നതാവാം അവരുടെ ചിന്ത. കാരണം സാധാരണ മനുഷ്യന്റെ വേദനകളിൽ അനുകമ്പ തോന്നി തങ്ങളാൽ ആവുന്ന നന്മകൾ അവർ ചെയ്തതാണ്. ബലഹീനരെ കരുതുകയും തങ്ങൾക്കുള്ളതിനെ പങ്കുവെക്കുകയും ചെയ്തവരാണവർ. ആ നന്മകളാണ് അവരെ നിത്യസമാധാനത്തിനും നിത്യജീവനും അർഹരാക്കി തീർക്കുന്നത്. ഇടതുവശത്തുള്ളവരാരും തന്നെ ദുഷ്ടരോ തിന്മ ചെയ്തവരോ പാപം ചെയ്തവരോ ആണെന്ന് കർത്താവ് പറയുന്നില്ല. എങ്കിലും ശപിക്കപ്പെട്ടവരെ എന്ന യേശുവിന്റെ വിളിക്ക് മുൻപിൽ അവർ സംശയിച്ചു പോകുന്നുണ്ട്. കാരണം അവർ ആരുടെയെങ്കിലും വിശപ്പിനോ ദാഹത്തിനോ യാതൊരുവിധ മോശം അവസ്ഥയ്ക്കോ ഒരിക്കലും മനഃപൂർവ്വമായി കാരണമായതായി അവരുടെ അറിവിലില്ല. പക്ഷേ കർത്താവ് പറയുന്നത് ഇവർ ചെയ്ത തെറ്റ് ചെയ്യാമായിരുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന നന്മ ചെയ്തില്ല എന്നുള്ളതാണ്. 1 യോഹന്നാൻ 3:17 അപ്പോസ്തലൻ ഇപ്രകാരം ചോദിക്കുന്നു: എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ ദൈവസഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ആ ഒരു കുറവാണ് അവരെ നിത്യദണ്ഡനത്തിലേക്ക് തള്ളിയിടുവാൻ കാരണമായത്. ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കാനും ന്യായവിധിക്കായി ഒരുക്കമുള്ളവരായിരിക്കുവാനും ശിഷ്യന്മാരെ മാത്രമല്ല നമ്മെയും ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ്. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? സ്വയം നീതീകരിക്കുന്നവരും മറ്റുള്ളവരിൽ കുറ്റം ആരോപിച്ച് അലസരായി തീരുന്നവരുമല്ലേ ഞാനും നിങ്ങളും പലപ്പോഴും. ലഭ്യമായ സാഹചര്യങ്ങളും വിഭവങ്ങളും ഒന്ന് പങ്കുവെക്കുവാനും അപരനെ കരുതുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ആവശ്യത്തിലിരിക്കുന്നവരോടുള്ള നമ്മുടെ പ്രതികരണമാണ് അന്ത്യന്യായവിധിയുടെ മാനദണ്ഡമെന്ന് തിരുവചനം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആ ചിന്തകൾ ഇന്ന് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വിശന്നിട്ട് ഭക്ഷണം മോഷ്ടിച്ചവരാരും ആൾക്കൂട്ട കൊലയ്ക്ക് ഇരയാവുമായിരുന്നില്ല. വ്യാജ വാർത്തകളുടെ പേരിൽ ഒരാളും മാധ്യമ വിചാരണ ചെയ്യപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല. അവരുടെ കണ്ണുനീരിനെ ആഘോഷമാക്കുന്ന സമൂഹം. ആർദ്രതയും മനസ്സലിവും കാരുണ്യവും നമ്മിലുണ്ടെങ്കിൽ സഹോദരന്റെ സങ്കടങ്ങൾ നാം കാണാതെ പോകില്ല. പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ നാളുകളിൽ നമുക്കും ഒരു തീരുമാനമെടുക്കാം. വിശ്വസ്തയോടെ നല്ല ഗൃഹവിചാരകരായി മറ്റുള്ളവർക്ക് നമ്മളാൽ ആവോളം നന്മ ചെയ്ത് നിത്യജീവനും നിത്യരാജ്യത്തിനും അവകാശികളാകുവാൻ നമുക്കും ഒരുങ്ങാം. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസവും നോമ്പും നോൽക്കുന്നവരായി ആ ക്രൂശിനെ അനുഗമിക്കാം. പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു: സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പീൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ നിന്നെ സേവിക്കുവാനും സമസൃഷ്ടികളിൽ തിരുമുഖം ദർശിച്ച് ഞങ്ങളാൽ ആവോളം അവർക്ക് നന്മ ചെയ്യുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വിശുദ്ധിയുള്ളതാക്കി തീർക്കണമേ. ആമേൻ.